ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കുന്നത്. റൂമിൽ തുഷാരയും നന്ദുവും സംസാരിക്കുന്നതിനിടയിൽ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാ കോളിംഗ് ബെൽ അടിക്കുന്നത് എന്ന ആകാംക്ഷയോടെ തുഷാര പോയിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. ഏതായാലും പുറത്തു നിൽക്കുന്ന അതിഥികളെ കണ്ട് തുഷാരയുടെ മുഖത്ത് വലിയൊരു സന്തോഷമുണ്ട്. എന്നിട്ട് തുഷാര അവരെയും കൂട്ടി ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവരെ കണ്ടതും നന്ദു ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി നയനേച്ചി എന്നും പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് തുഷാരയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതാ എൻ്റെ നയനേച്ചി. അപ്പോൾ തുഷാര പറയുന്നുണ്ട്, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നയനേച്ചിയും ആദർശേട്ടനുമാണെന്ന്, ഞാൻ ഫോട്ടോ കണ്ടിരുന്നല്ലോ. എന്നിട്ട് നന്ദി ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെയാണ് നിങ്ങളിതിനകത്തേക്ക് കടന്നത്? അന്നേരം നയന പറയുന്നുണ്ട്, സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാ വന്നത്, എങ്കിലും ഒന്ന് വിളിച്ച് പറയണ്ടേ നയനേച്ചി എന്ന് നന്ദി ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഇതല്ലേ നല്ലത്, നിനക്കൊരു സർപ്രൈസ് ആയില്ലേ. പിന്നെ ആദർശ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ കാര്യങ്ങൾ? അത് കേട്ട് നന്ദു പറയുന്നുണ്ട്, ഒന്നും പറയേണ്ട ആദർശേട്ടാ, അതാ ഞങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നെ പുറത്താക്കണം എന്ന വാശിയില്ല ആ ട്രെയിനർ. അയാൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. അതിനിടയ്ക്ക് തുഷാരയും പറയുന്നുണ്ട്, മറ്റേതൊരു ട്രെയിനർ ആയിരുന്നെങ്കിലും ഇവളായിരുന്നേനെ ഇപ്പോൾ മുന്നിൽ. അതുപോലെയാണ് ഇവളുടെ ഓരോ പെർഫോമൻസും. അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അയാൾ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇവിടെ ക്യാമ്പിൽ ഒരുത്തനുണ്ട്, ഒരു മഹേഷ്. അവൻ വലിയ ബോഡി ബിൽഡറാണ്. അവനും ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് ട്രെയിനർ പറഞ്ഞു. അവനെന്നെ തല്ലി ഒതുക്കുന്നത് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അന്നേരം തുഷാര പറയുന്നുണ്ട്, പക്ഷേ തല്ലുകൊണ്ട് ചുരുങ്ങിയത് അവനാ, എന്നിട്ട് ഇവളെ പരിഗണിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. അതിനിടയ്ക്ക് നന്ദു പറയുന്നുണ്ട്, അതിനിടയ്ക്ക് നമ്മുടെ അനി വന്നത്, അയാൾ എന്നെ പുറത്താക്കാൻ ഒരു കാരണം നോക്കി നടക്കുകയായിരുന്നു. അത് അയാൾ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ നയന പറയുന്നുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ അറിഞ്ഞത് എനിക്കിവിടെ വലിയ കഷ്ടപ്പാടാണ് എന്നത്. അപ്പോൾ തുഷാര പറയുന്നുണ്ട്, എല്ലാവരോടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഇവളോട് അത് പറയില്ല അയാൾ. ഇവൾ ക്ഷീണിച്ച് ചോര തുപ്പുന്ന അവസ്ഥ വന്നാൽ അത് അയാൾക്ക് സന്തോഷമാണ്. ഒരു തരം സാഡിസ്റ്റിനെ പോലെയാണ് അയാൾ ഇവളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. പിന്നെ ആദർശ് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം മോളെ, ഇന്ന് ഏതായാലും സൺഡേ അല്ലേ, തുഷാരയും ഞങ്ങളോടൊപ്പം പോര്. അത് കേട്ടപ്പോൾ തുഷാര പറയുന്നുണ്ട്, അയ്യോ വേണ്ട ഏട്ടാ, നിങ്ങൾ പോയിട്ട് വാ, നന്ദു നിർബന്ധിക്കുന്നുണ്ട്. അത് കേട്ട് തുഷാര പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലേ, നീ പോയിട്ട് വാ. പിന്നെ നയന പറയുന്നുണ്ട് തുഷാരയോട്, ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരണം കേട്ടോ. അങ്ങനെ അവർ 3 പേരും പുറത്തേക്ക് പോകുന്നുണ്ട്, നന്ദുവും ആദർശും നയനയും. പിന്നെ ആദർശ് പറയുന്നുണ്ട്, ആ ട്രെയിനറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ട്രെയിനറിൻ്റെ ഡീറ്റെയിൽ ഞാൻ എടുത്തോളാം, എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊള്ളാം, ഏതായാലും മോളോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയൂ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും മുത്തശ്ശൻ പറയുന്നതൊക്കെ അനി കുറച്ച് മാറിയിരുന്ന് കേൾക്കുന്നുണ്ട്. അവന് വലിയ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അങ്ങനെ SI ആകാൻ വരുന്ന പെൺകുട്ടികളെ മാനസികമായി തളർത്തുന്നവരെ നമുക്ക് കൈകാര്യം ചെയ്യാം. അത് കേട്ട് സന്തോഷത്തോടെ താങ്ക് യു മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് നന്ദു. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളുടെ കർമ്മങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യൂ. ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് നന്ദു. ഇതെല്ലാം കേട്ട് അനിക്കും സമാധാനമാകുന്നുണ്ട്. പിന്നെ ആദർശും നന്ദുവും നയനയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ നമ്മുടെ നന്ദുവിൻ്റെ ഫോൺ റിങ് അടിയുന്നത് കണ്ട് നോക്കുമ്പോൾ അനിയാണ് വിളിക്കുന്നത്. നയന ചോദിക്കുന്നുണ്ട്, ആരാ വിളിക്കുന്നത് മോളെ എന്ന്. ഏതായാലും നന്ദുവിൻ്റെ പരിങ്ങൽ കണ്ടപ്പോൾ നയന ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. അനിയുടെ ഫോൺ കോൾ ആണെന്ന് മനസ്സിലായത് നയനയ്ക്ക് കോപം വരുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇത് ഓണാക്കാൻ പോകുക, സ്പീക്കറിലിടാൻ നീ ഹലോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതനുസരിച്ച് നന്ദു ഹലോ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അനി എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുകയാണ് നന്ദുവിനോട്. നന്ദു, ഞാൻ ഏട്ടനെയും ഏട്ടത്തിയെയും അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ ഏറ്റിട്ടുണ്ട്, മുത്തശ്ശൻ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അത് കേട്ട് അനി ഒന്ന് ഞെട്ടി ചെറിയ ചമ്മലൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടനും ഏട്ടത്തിയും നന്ദുവിൻ്റെ അടുത്തുണ്ട് അല്ലേ? ആ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നയന. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എടാ മുത്തശ്ശനോട് ഞാനിപ്പോൾ ഫോൺ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ, മുത്തശ്ശൻ എന്താ സംസാരിക്കുക എന്നൊക്കെ ഞങ്ങൾക്കറിയാം, അതിന് നീ മെനക്കെടേണ്ട, വെച്ചിട്ട് പോടാ ഫോൺ എന്ന് പറയുകയാണ്. പിന്നെ നയനയും പറയുന്നുണ്ട്, മേലിൽ നീ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നന്ദു മോളെ വിളിച്ചു പോകരുത്. ശരി ഏട്ടത്തി എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. പിന്നെ അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ഇരിക്കുന്ന നന്ദുവിനെയും നയനയെയും ആദർശിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.